വിദ്യേ, എടി വിദ്യേ. എന്താ അമ്മേ? തരം കിട്ടിയാ പെണ്ണ് കിട്ടുകാര് പറ്റിക്കും. മാറ്റൊഴിച്ച് നോക്കിയാ മാത്രം പോരാ, തൂക്കവും നോക്കണം. എടി, നിന്റെ കഴുത്തിലേം കാതിലേക്ക് ഇങ്ങോട്ട് ഊരി വെച്ചേ. അത് സ്വർണ്ണമാണോ മുക്കുവണ്ടമാണോ നോക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? അഴിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? മാറ്റി ഇച്ചിരി കുറവാ. ഇപ്പൊ നല്ല സ്വർണ്ണമൊക്കെ എവിടെ കിട്ടാനാ? കാശ് കൊടുത്താൽ നല്ല ഒന്നാന്തരം സ്വർണം കിട്ടും. വില കുറച്ച് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാ മാറ്റി കുറയുന്നത്. ആ കമ്പനിയോട്ട് ഒരിക്കൽ നോക്കട്ടെ. അയ്യോ, ഇപ്പൊ കരയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ വല്ലതും പറഞ്ഞു? എല്ലാം കൂടി 76.5 ഗ്രാമുണ്ട്. 10 പവന് 3.5 ഗ്രാം കുറയും. 3.5 ഗ്രാം കുറവോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നി പറഞ്ഞത്രയും സ്വർണ്ണമില്ലെന്ന്. ഇപ്പൊ തൂക്ക് നോക്കിയത് കൊണ്ട് കാര്യം പിടികിട്ടി. എന്നാലും ഇങ്ങനെ പറ്റിക്കുന്ന കൂട്ടരുണ്ടല്ലോ. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എന്നാ തൂക്കം കാണണ്ടേ? പണിക്കുറവായിരിക്കും. 3.5 ഗ്രാം പണിക്കുറവോ? എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. 10 പവനുള്ള രൂപ മുഴുവൻ എണ്ണി കൊടുത്തിട്ടാ സ്വർണ്ണം എടുത്തത്. അയ്യടാ, എന്നാ ഞാൻ കുറച്ചതായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വരണം കേട്ടോ. അയ്യടാ, അച്ഛൻ ഇങ്ങോട്ട് എണ്ണി കൊണത്തന്ന്. എന്താ കൊണത്തന്നാ? അയ്യോ, എന്നാലും കൊറേ ഭയങ്കരം തന്നെ. എല്ലായിടത്തും കൂടെ നിറച്ചിടാനായിട്ട് ആകെ കൊടുത്തത് 10 പവന്. അത് ഈ 3.5 ഗ്രാം കുറവ്. അവന് ബന്ധം പിടിക്കാൻ കണ്ട ഒരു വീടേ. വിദ്യേ, അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. അതിനു മുൻപേ നിനക്ക് അമ്മയെ വേണ്ടതായോ? അയ്യോ, അതുകൊണ്ടല്ലമ്മേ. ഇന്നെന്താ ആഫീസിൽ നിന്ന് നേരത്തെ പോകുന്നത്? ഓ, ഭാര്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ, കൂട്ടിരിക്കാൻ പോകുന്നതായിരിക്കും. എന്നെയും വിദ്യയും ഓഫീസിലെ സേവിച്ചൻ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടമ്മേ. ഡിന്നറിനും കിന്നറിനും ഒക്കെ പോകുന്നതിന് മുൻപേ ആ സ്വർണത്തിന്റെ കാര്യം അവളോടൊന്ന് ചോദിച്ചേ. ഏത് സ്വർണത്തിന്റെ കാര്യം? നിന്റെ ഭാര്യക്ക് സ്ത്രീധനം കിട്ടിയതേ 3.5 ഗ്രാം കുറവാ. അമ്മ അത് തൂക്കിച്ചു നോക്കിയോ? നോക്കിയിട്ടാ പറഞ്ഞത്. എന്നാലും ആ കുറുപ്പ് നമ്മളെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ. നീ വേഗം നിന്നാ കുറുപ്പിനോട് ബാക്കി സ്വർണം തരാൻ പറ. താമസിച്ചാലേ പെണ്ണിന്റെ കാതിലും കഴുത്തിലും കിടന്ന് തേഞ്ഞതാണെന്ന് അവര് പറയും. 3.5 ഗ്രാം സ്വർണത്തിന്റെ കാര്യമല്ലേ അമ്മേ? അതിനിങ്ങനെ കിടന്ന് ബഹളം വെച്ചാലോ? കഷ്ടം തന്നെ.